ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സെച്വാൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനാവശ്യമായ സെച്വാൻ സോസ് ആണ്. അപ്പോൾ ഇതിന് പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഗാർലിക്കും ജിഞ്ചറും കൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് വറ്റൽമുളക് നല്ല പേസ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് സോയ സോസ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വിനെഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സെച്വാൻ സോസ് ഇവിടെ റെഡിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഫ്രൈ ചെയ്യുകയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ആവശ്യത്തിന് സോൾട്ടും പെപ്പറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഗ് ഇതുപോലെ ഞാനൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതിയാവും. ഇനി ഇതിലോട്ടേക്ക് ഗാർലിക്കും ജിഞ്ചറും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് സ്പ്രിംഗ് ഒനിയനും ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ക്യാബേജും ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ സെലറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ സോയ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സെച്വാൻ സോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് അടുത്തതായിട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് റൈസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് കുറച്ചുകൂടി സ്പ്രിംഗ് ഓനിയൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഈ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ടേസ്റ്റി സെച്വാൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ സെച്വാൻ ഫ്രൈഡ് റൈസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.